എല്ലാവരുടെ വീടുകളിലും വരുന്നു. അവര് കാലുകുത്താത്ത ഇടങ്ങളില്ല, അവര് വരാത്ത സ്ഥലങ്ങളില്ല, അവര് വരാത്ത ഇടങ്ങളില്ല. പള്ളികളിൽ, മദ്രസകളിൽ, വീടുകളിൽ, ഇബാദത്ത് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അവര് വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അവർ ഹസ്തദാനം നടത്തുന്നു, സലാം പറയുന്നു. ആ സലാം കേൾക്കുന്ന ആളുകളുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ സലാം കേൾക്കുന്നവരുമുണ്ട്. മാത്രമല്ല അവര് ഹസ്തദാനം ചെയ്യുമ്പോ, മുസാഫാത്ത് ചെയ്യുമ്പോ അവര് നമ്മുടെ കൈ വന്ന് പിടിക്കുമ്പോൾ മലക്കുകൾ നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന അടയാളം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് നമുക്ക് രോമാഞ്ചമുണ്ടാകുന്നു. നല്ല മജ്ലിസിൽ പെട്ടെന്നൊരു കോരിത്തെരിപ്പ് അനുഭവപ്പെട്ടാൽ മനസ്സിലാക്കുക, എന്ത് മലക്കുകൾ ടച്ച് ചെയ്യുന്നുണ്ട്. എന്തേ കാരണോ? നമ്മള് വെള്ളവും മണ്ണും കൂട്ടിക്കുഴച്ച സത്ത കൊണ്ട് പടച്ചവരാ. അഥവാ നമ്മളിൽ എപ്പോഴും ഒരു നനവുണ്ട്, നമ്മളിൽ എപ്പോഴും നനവുണ്ട്. മലക്കുകളോ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ്. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവര് അവര് നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുമ്പോ, നനഞ്ഞ ശരീരമായ നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുമ്പോ ഒരു എർത്ത് സംഭവിക്കും, സ്വാഭാവികമാണ് അല്ലേ? അങ്ങനല്ലേ? നനഞ്ഞ കൈയോടുകൂടെ സ്വിച്ചിട്ടാൽ ചിലപ്പോ ഒരു എർത്ത് സംഭവിക്കാറുണ്ട് അല്ലേ? ചിലപ്പോ നനഞ്ഞ ചുമരിന്റെ മുകളിൽ കറന്റ് ചിലപ്പോൾ എർത്ത് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മള് നനഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ ചെരുപ്പിടാതെ നനഞ്ഞ കാലുമായി ചെല്ലുമ്പോ ചിലപ്പോൾ എർത്ത് സംഭവിക്കാറുണ്ട്. എന്നതുപോലെ മാലാഖമാര് ടച്ച് ചെയ്യുമ്പോ എർത്ത് സംഭവിക്കുകയാണ്. ആയിഷ ബീവിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ സംഭവമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് നമ്മുടെ ആധുനിക യുഗത്തിലെ മനുഷ്യർക്കുള്ള സംശയം ആയിഷ ബീവി തീർത്തു തരികയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, ഇത്രയും പുണ്യമായ രാത്രിയിൽ പുണ്യാത്മാക്കളായ മഹത്തുക്കളായ മാലാഖമാര് നമ്മുടെ കൈവന്ന് പിടിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് വിശ്വാസികളായ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ് നബിയേ? അതെങ്ങനെ തിരിയാന്നാ ആയിഷ ബീവി ചോദിച്ചത്. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടിയാണ്, ആയിഷ, അവര് വന്ന് കൈ പിടിച്ചാൽ നിനക്ക് കോരിത്തെരിപ്പ് സംഭവിക്കും, നിനക്ക് പെട്ടെന്ന് ഒരു കുളിർമയുണ്ടാകും, മാത്രമല്ല കണ്ണുനീര് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹി പറയാ, കണ്ണുനീരൊലിക്കും. ഇതൊക്കെ അതിന്റെ അടയാളങ്ങളാ. ആര്? മലക്കുകൾ വന്ന് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം. അപ്പൊ ആയിഷ ബി ചോദിക്കുക, നബിയെ, മലക്കുകൾ നമ്മുടെ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യായാൽ, അവര് നമ്മെ മുസാഫാത്ത് ചെയ്യുന്നുണ്ടെന്ന് ബോധ്യമാകുമ്പോ നമ്മുടെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മറുപടി, നിങ്ങൾ പറഞ്ഞോ ആയിഷ, ഖൂലൂ, നിങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഒരു കോരിത്തെരിപ്പ് സംഭവിച്ച നീ ഉടനെ പറയണം, എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞു. ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ നിന്റെ ദോഷങ്ങൾ മുഴുവനും പുറത്തു എന്നവര് സാക്ഷി നിന്നു. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ നീ നരകമോചിതനായി എന്ന് നിനക്ക് സാക്ഷി നിന്നു. മൂന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ നീ സ്വർഗ്ഗപ്രവേശം ലഭിച്ചവനാണ് എന്ന് ഈ മലക്കുകൾ സാക്ഷി നിന്നു. മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇനി ആ മാലാഖമാരുണ്ട്, വരേണ്ട താമസമുള്ളൂ അല്ലേ? നമുക്കിങ്ങനെ കോരിത്തെരിപ്പ് അനുഭവപ്പെട്ടാൽ നമ്മൾ ആദ്യം പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, ഇതാണ് 29-ാം രാവിൽ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് എന്റെ ഓൺലൈൻ പരിപാടി കേൾക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 1,00,000 ദിക്ർ ചൊല്ലാം എന്ന് ഏറ്റെടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഒരു കുടുംബ ഗ്രൂപ്പ് അൽഹംദുലില്ലാഹ്